1 John chapter 4 and verse 15. 1 യോഹന്നാൻ 4:15 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തിരുവചനം ഒരിക്കൽ കൂടെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. Whoever confesses that Jesus is the Son of God, God abides in him and he in God. യേശു ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. You and me are abiding in God and God is abiding in us, meaning you are unchallengeable, unstoppable and failure proof. നിങ്ങളിലും എന്നിലും ദൈവം ആവസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെ ഇനി തടയുവാൻ സാധിക്കത്തില്ല, നിങ്ങളെ ഇനി ആർക്കും വെല്ലുവിളിക്കാനാകത്തില്ല. സർവശക്തൻ നിങ്ങളുടെ ഉള്ളിലാണ് വാസം ചെയ്യുന്നത്. Now that is why after the resurrection of Jesus, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നോക്കുമ്പോൾ there is nothing more to get, but it is 2-3 things that is very important, and number 1 is understanding that God loves you. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ഇനി പുതുതായിട്ടൊന്നും കിട്ടാനല്ല, മറിച്ച് ആ ക്രിസ്തുവിനുള്ളത് അറിയാൻ അവന്റെ ഹൃദയദൃഷ്ടി തുറക്കുന്നതാണ് ആവശ്യം. And that is why the next word, verse 16, the Bible says, അതുകൊണ്ടാണ് അതിന്റെ 16-ാം വാക്യം അടുത്ത വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, that we have known and believed the love that God has for us. God is love, and he who abides in the love abides in God and God in him. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. Knowing God's that love, meaning it is not just understanding of the mind, it is believing in the heart, the assurance in the heart. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ബുദ്ധിയിലുള്ള ഒരു അറിവിന്റെ കാര്യമല്ല, മറിച്ച് ഉള്ളിൽ എന്നോട് ആ സ്നേഹമുണ്ടെന്നുള്ള വെളിപ്പാടിലുള്ള അറിവാണ്. You know when you are, that is why the verse 15 says you abide in him, meaning the association is so close, so intimate that you know and you have faith in the love of God. ആ 15-ാം അധ്യായത്തിൽ നിങ്ങൾ അവനിൽ വാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രമേൽ ഇഴയടുത്തതാണ്, അടുത്ത ബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. When you know a person, you will trust his word. ഒരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആള് പറഞ്ഞ വാക്കിൽ നമ്മൾ ആശ്രയിക്കും. You know that he will never leave you nor forsake you because he has spoken it. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തെ നമുക്കറിയാം. പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. You know by the track record. ചുരുക്കി പറഞ്ഞാൽ മുൻകാല അനുഭവങ്ങൾ കൂടെ ഒരാളെ അറിയാം. When you are in Christ and you read from Genesis till then, we see a God who abides, speaks the word, abides by the word, whatever is the condition. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിലനിന്ന് അത് നിവർത്തിക്കുന്നവനാണ്. And that is why faith is developed out of love, knowing that God loves me. അങ്ങനെയാണ്, അതുകൊണ്ടാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നത്. നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം അത് മാറത്തില്ല. ആ സ്നേഹത്തിലുള്ള ഉറപ്പിലാണ് നമ്മുടെയും വിശ്വാസം. And that is why in Mark 4, when they are going through the tempest, Jesus is sleeping in the boat. They are afraid that they are going to drown, and they ask Jesus, wake up, do something. മർക്കോസ് 4 നമ്മൾ കാണുന്നുണ്ട്, അവര് യേശുവും ശിഷ്യന്മാരും കടലിലൂടെ പോകുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റും തിരമാലയും അടിച്ചു. യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. അവര് ഭയന്നിട്ട് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. And verse 39, Jesus rose and said, peace, be still, and the wind ceased. അവിടെ 39-ാം വാക്യത്തിൽ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അവ അടങ്ങി എന്ന് വായിക്കുന്നു. And verse 40 Jesus is asking them. 40-ാം വാക്യം വരുമ്പോൾ യേശു ചോദിക്കുന്നതായി നാം കാണുന്നു, why are you so fearful? എന്തുകൊണ്ട് നിങ്ങൾ ഭയക്കുവാൻ എന്ത്? How is that you have no faith? നിങ്ങളുടെ വിശ്വാസം എവിടെ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു. Why don't you have faith? A miracle has just happened. ഇപ്പോൾ നമ്മൾ ഈ കടൽ യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം നിങ്ങൾ കണ്ടതല്ലേ? ഇപ്പോഴും വിശ്വാസമില്ല. So a miracle, watching a miracle, hearing a testimony does not establish your faith. അതിന്റെ അർത്ഥം ഒരു അത്ഭുതം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാൾക്ക് നടന്ന അത്ഭുത സാക്ഷ്യം കേട്ടത് കൊണ്ടോ നിങ്ങളെ വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്നില്ല. It is by knowing him in person, and that is why Jesus said, abide in me. ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളുമായി വ്യക്തിപരമായ ബന്ധം വന്ന് ആ വ്യക്തിയുടെ സ്വഭാവം അറിയുമ്പോഴാണ്
ആ സ്നേഹത്തെ അറിയുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ They ഉറക്കുന്നത്. were with Jesus, but they did not understand who he is. യേശുവിന്റെ കൂടെ അവരെ ഉണ്ടായിരുന്നെങ്കിലും യേശുവിനെ അവർ ആഴത്തിൽ We അറിഞ്ഞിരുന്നില്ല. can preach Jesus, we can have a degree on the Bible, theology, we can have many things, but it is different to understand, know him. Know is the word, personally. നമുക്ക് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ പഠിച്ച് ഒരു ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റും. അതും യേശുവിനെ അറിഞ്ഞ് യേശുവിൽ വസിച്ച് ആ വ്യക്തിയെ അറിയുന്നതും വളരെ വ്യത്യസ്തമാണ്. And that is why verse 41, it makes it very clear. അതുകൊണ്ട് 41-ാം വാക്യത്തിൽ ഈ ആശയം കുറച്ചുകൂടെ വ്യക്തമാകുകയാണ്. They were exceedingly fearful and they talked to one another, who can this be? അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. Look at the mindset. They don't know him. That is why they are talking among themselves and say, who might this be? ഈ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഇതുവരെ വേണ്ടവണ്ണം ഈ യേശുവിനെ പിടികിട്ടിയില്ല. അവർ അത്ഭുതം കണ്ടു, ഒക്കെ ശരിയാണ്. ഇവൻ ആർ? കാറ്റും കടലും കൂടെ അനുസരിക്കുന്നില്ല. അപ്പോൾ ആർന്ന് ചോദിക്കുന്നിടം വരെ അവരായുള്ളൂ. They saw the miracle, they ate the bread, yet a little shaking happening in their life, they are now afraid. അവരെ അപ്പം തിന്നിട്ട് ചില മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. മാത്രമല്ല അവരുടെ കാറ്റ് അടങ്ങുന്ന ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് ഇപ്പോഴും അവരുടെ അകത്ത് വിറയലോടെ ചോദിക്കുക, ഇവൻ ആർ? They are still not knowing who he is. ഈ കൂടെ നടന്ന യേശു ആരെന്ന് അവർക്ക് വ്യക്തമായില്ല. And today we have a greater blessing after the resurrection of Jesus. We have received the life of God. We have the helper, the Holy Spirit. We have every possibility so that we can have an intimate relationship with Jesus Christ. ഇന്നിപ്പോൾ വാസ്തവത്തിൽ അവരിലും അന്ന് അവരായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠ അവസ്ഥയിലാണ് നമ്മൾ. കാരണം യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവൻ തന്നെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ച് അവൻ തന്നെ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്ത് ആ കർത്താവിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കാലഘട്ടമാണ് ക്രൂശിനും ഉയർപ്പിനും And ശേഷം. that is why faith is arising out of love, and that is what Galatians 5:6 says. അതുകൊണ്ടാണ് സ്നേഹത്തിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിച്ച് ഉയരുകയാണ്. When you have love, when you know that God loves you, you will resist every act of the devil. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുവിന് എന്നോട് അത്രമേൽ പ്രിയമാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി പിശാച് ഏത് തന്ത്രം കൊണ്ട് വന്നാലും ആ സ്നേഹത്തിന്റെ ഉറപ്പിൽ അതിനോട് എതിർക്കും. I can very boldly say one thing, that the devil can do his tricks to your mind, not your spirit. ഒന്ന് ഞാൻ ഓർപ്പിക്കാം, ഈ പിശാചിന് നിങ്ങളുടെ മനസ്സിൽ സംശയവും ആ ട്രിക്കും തന്ത്രങ്ങളും കൊണ്ടുവരാം. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിനെ, നിങ്ങളുടെ സ്പിരിറ്റിനെ, നിങ്ങളുടെ ആത്മാവിനെ തൊടുവാൻ അവന് സാധ്യമല്ല. God deals with your spirit and not your mind. ദൈവം നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെടുന്ന മനസ്സുമായിട്ടല്ല. And that is why in Romans 8 the Bible says a carnal mind, a carnal person cannot please God. Without faith you cannot please God, meaning a carnal man cannot please God because he does not operate by faith, he operates by what he sees. അതുകൊണ്ടാണ് ഒരു ജഡ സ്വഭാവമുള്ള ഒരുത്തന്, ജഡ മനസ്സുള്ള ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വേറെ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ജഡികനാണ്, അയാൾ ജഡ മനസ്സുള്ളവനാണ്, അവൻ ആത്മപ്രകാരമല്ല. But when you have the love of God which is poured by the Holy Spirit into your spirit, you walk by faith and not by sight. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം പകരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നത്. ആ പകരപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ അകത്തുള്ളപ്പോൾ ആ സ്നേഹം അറിഞ്ഞവൻ വിശ്വാസത്തിൽ വർദ്ധിച്ച് സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും എതിർക്കും. And when challenges come, he will never doubt in his heart, no, this is not from God. He will resist it. And how do I resist it? Resist it by speaking the word, the promise that God has given me. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞൊരു വ്യക്തി, ദൈവത്തിന്റെ സ്വഭാവം അറിഞ്ഞ അടുത്തിടപഴകുന്ന ഒരു വ്യക്തി ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ, അയ്യോ ദൈവം എനിക്കിത് ചെയ്തേന്ന് പറഞ്ഞവൻ പതറത്തില്ല. മറിച്ച് എന്റെ കർത്താവ് ഇത് ചെയ്യത്തില്ല, ഇത് ദൈവപ്രവൃത്തി അല്ല എന്ന് പറഞ്ഞ് പിശാചിനോട് എതിർത്ത് അതിനെതിരെ നിൽക്കാനുള്ള ധൈര്യം Even today when you are watching us, be assured that sickness is not
not from God. Poverty is not from God. God is a God of good things. He is a giver of good gifts. Opposite, contrary, resist it in Jesus' name. ആകയാൽ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പറയട്ടെ, നമ്മുടെ കർത്താവ് നല്ല കർത്താവ്. അവൻ രോഗം തരുന്നവനല്ല, അവൻ ദാരിദ്ര്യം തരുന്നവനല്ല. ഇത് ഏതെങ്കിലും ജീവിതത്തെ കാർന്ന് തിന്നാൻ വരുന്നെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് യേശുവിൻ നാമത്തിൽ അവനോട് എതിർത്ത് ഓടിക്കുക. അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകത്തന്നെ. Whenever challenges come, whenever challenges come, you are assured by the love of God, and faith arises because you have the faith of God. And the Bible says you will speak what you believe, you won't speak what you see. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വരുമ്പോഴും നിങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് അവന്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. വിശ്വാസത്തിൽ വർദ്ധിച്ച് അതിനോട് എതിർത്ത് നിൽക്കും. ഇനി നിങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താല നടക്കും. That is why when a challenge come, we are not here to magnify the challenge or the problem. We are here to magnify what Jesus said. We will resist that mountain with the word because he loves us and he is a performer of the word. നമ്മുടെ മുമ്പിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ പ്രതിസന്ധി വലുതാണ്, അത് മല പോലെയാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങളെ സ്നേഹിച്ചവന്റെ സ്നേഹം, ആ വിശ്വാസം വലുതാകിയാൽ ഏത് മലയോടും എതിർത്ത് നിൽക്കും. അത് സമഭൂമിയായി. I have an advice to you. എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശമുണ്ട്. You know why do people waver? എന്തുകൊണ്ടാണ് വിശ്വാസികൾ വേവർ ചെയ്യുന്നത്? Why do people get afraid? എന്തുകൊണ്ട് അവർക്ക് ഭയം വരുന്നു? That person spoke bad about me. ആ വ്യക്തി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. These people did not smile at me. ഈ മനുഷ്യൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. It is because you are leaning to the world and to them more. കാരണം നിങ്ങൾ ഈ ലോകത്തിലേക്ക് ചാരുകയും അവരുടെ വാക്കിലാ കൂടുതൽ ചാരിയിരിക്കും. And when what you are inclining goes off, you fall down. എന്നാൽ ഈ ലോകത്തിലുള്ള ചാരുകളും ലോകത്തിലുള്ള ബലവും അവര് മാറിക്കഴിയുമ്പോൾ നീ പടർന്നു വീഴുകയാണ്. And that is why you feel, why did they say that? You get sleepless night because you are inclined to the world and the worldly system. അതുകൊണ്ട് അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു എന്ന് എന്തുകൊണ്ട് പതറുന്നു? കാരണം നീ ലോകത്തിന്റെ സിസ്റ്റത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. You are inclined to the money in the bank. You are inclined to every good thing. When that goes off, you are shaky. നിങ്ങള് ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, അതിന്മേൽ ചാരുകയാണ്. മനുഷ്യർ പറഞ്ഞ വാക്കിന്മേൽ ചാരുകയാണ്. അവരൊക്കെ മാറുമ്പോൾ നീ കുലുങ്ങിപ്പോകുകയാണ്. I want to assure you one thing. എന്നാൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞാൻ തരട്ടെ. Leave and incline and say amen to Jesus, who will never leave you nor forsake you. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കിലും അവന്റെ മാറിലും ചാരിയാൽ ലോകം മുഴുവൻ ഇളകിയാലും നീ കുലുങ്ങില്ല. Your emotions will not be touched. Your mind will not be touched. You will have an assurance always on the word because you know and you know and you know he loves me. എന്നെ യേശു സ്നേഹിക്കുന്നു, അവന്റെ വാക്ക് മാറത്തില്ല, അവന്റെ വാക്കൊരിക്കലും മാറത്തില്ല എന്ന ഉറപ്പിൽ ഏത് പ്രതിസന്ധിയിലും നീ കുലുങ്ങാതെ നിൽക്കും. And that is what I have to do always to myself. അതുകൊണ്ട് അതാണ് ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ ചെയ്യേണ്ടത് അതാണ്. I have to assure myself. ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കണം. Some people say, oh God, please do it. No, God wants you to assure yourself that Christ, the glory of God, is in you. പലപ്പോഴും വിശ്വാസികൾ ദൈവമേ നീ ഒന്നുകൂടെ പ്രവർത്തിക്കണം, നീ നോ, അങ്ങനെ ദൈവമേ പ്രവർത്തിക്കണമല്ല. ദൈവം തന്റെ പ്രവൃത്തിയിൽ താൻ ചെയ്യാൻ പോകുന്നതിൽ താൻ മാറത്തില്ലെന്ന് വചനത്തിൽ കൂടെ അവരവരെ തന്നെ ഉറപ്പിക്കണം. And that is why in the book of Colossians and chapter 1:26, the mystery which was hidden from ages is now being revealed, which is Christ, the hope of glory. അതുകൊണ്ടാണ് കൊലോസ്യർ 1:26-27 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടുമിരിക്കുന്നു. It has been revealed to the saints. വിശുദ്ധന്മാർക്ക് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. What is the mystery? എന്താണ് ആ മറിഞ്ഞു കിടന്ന മർമ്മം? What is the mystery? എന്തായിരുന്നു ആ മർമ്മം? The Christ, the hope of glory, or the glory which was in Christ is now in you, which gives you a hope of everything. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ, അഥവാ ക്രിസ്തുവിലുള്ള അതേ ഗ്ലോറി, അതേ മഹത്വം, അതേ തേജസ് നിങ്ങളുടെ അകത്തിരിക്കുന്നു. Are you sure about it? അതിനെക്കുറിച്ച് ഉറപ്പുണ്ടോ? Many believers are not sure
that God is living inside of them. പല വിശ്വാസികൾക്ക് ഉറപ്പില്ല ദൈവം മഹത്വത്തോടെ അവരുടെ അകത്ത് തന്നെ ഉണ്ടെന്നു. They get wavery. അവര് പ്രതിസന്ധികളിൽ പതറിപ്പോകുകയാണ്. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? God has done everything. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. Now Colossians 2 explains how to confirm or be established in the faith. കൊലോസ്യർ 2 എങ്ങനെയാണ് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ച അടിസ്ഥാനം ഊന്നേണ്ടതെന്ന് വായിക്കുന്നു. The Bible says in verse 2 that your hearts may be encouraged. അതിന്റെ 2 നമ്മൾ ഇങ്ങനെ വായിക്കാണ്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും. ദൈവമർമ്മത്തിന്റെ, what is the mystery? The mystery is Christ is in you. Now the Bible is saying in Colossians 2:2 you should be encouraged by the full assurance of the understanding of this mystery. ഈ മർമ്മത്തെ കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉത്സാഹഭരിതരാക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And assurance, ആ ഉറപ്പ് കൊടുക്കണം. assurance, full assurance, പൂർണ്ണ ഉറപ്പ്, full assurance. പൂർണ്ണ സ്ഥിരത. No one else will encourage you. You have to encourage yourself in the full assurance that I have the glory of God in me. No one can touch me because I know that the word cannot change. ചുറ്റും നിൽക്കുന്ന ആരെങ്കിലും നിന്നെ ഉറപ്പിക്കും, നിന്നെ ധൈര്യപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. മറിച്ച് വചനം പറയണം, ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഉറപ്പിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു പൂർണ്ണ ഗ്ലോറിയിൽ എന്റെ അകത്തുണ്ട്. ഒരു പ്രതിസന്ധിയും എന്നെ തൊടത്തില്ല. You know what we like is people having pity on us. നമുക്ക് പലപ്പോഴും നമ്മുടെ ജഡത്തിന് ഇഷ്ടം എന്നാണെന്നറിയോ, എല്ലാവരും നമ്മളോട് വലിയ സഹതാപവാക്കൊക്കെ പറഞ്ഞു. Oh, I know how much problem you have gone. Oh. And then you say, I feel depressed. No wonder you are depressed. You are hearing all those nonsense instead of saying, Christ in me, the one in me is greater. പലപ്പോഴും മനുഷ്യർക്ക് ഇഷ്ടമായി, എൻ്റെ അച്ചായ ഇങ്ങനെ സംഭവിച്ചല്ലോ, അമ്മാമേ ഇങ്ങനെന്തോ, എന്നാലും കഷ്ടമായി പോയല്ലോ. ഇത് കേൾക്കാൻ ജഡത്തിന് ഇഷ്ടം, പക്ഷെ കേൾക്കും തോറും ഒന്നുകൂടെ തളരുക. എന്നാൽ അതിന് പകരം വചനം എന്നെ കുറിച്ച് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ അകത്തുണ്ട്. എനിക്ക് ആരുടെ സഹതാപം വേണ്ട. I will be the head and not the tail. ഞാൻ ശിരസ്സ് തന്നെയായിരിക്കും, വാലായിരിക്കും. Increase and never decrease. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച Because പ്രാപിക്കും. God is living in me. എന്തെന്നാൽ ദൈവം എന്നിൽ വാസം God ചെയ്യുന്നു. who never will change His word. God who is risen and is alive forevermore. God, the hope of glory He has put in me. വാക്കും മാറ്റാത്ത ദൈവം, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ, തന്റെ മഹത്വത്തിന്റെ പ്രത്യാശയവൻ, അവൻ എന്റെ അകത്ത് ജീവിക്കും. Today as you are watching me, tell your sickness, you have no position in this body. Get out in Jesus' name. നിങ്ങൾ ഈ വചനം എന്റെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അറ്റാക്കുന്ന രോഗത്തോട് പറയണം, നിനക്ക് എന്നിൽ ഒരു സ്ഥാനവും ഇല്ല, എന്നെ വിട്ട് പോ. Tell that condemning people, get out in Jesus' name. Everything that is stopping you, pulling you down, speak to it in Jesus' name. Assure yourself and be encouraged. നിന്നെ കുറ്റം ചുമത്തുന്ന വാക്കുകളുമായി ചുറ്റും നിൽക്കുന്നവരുടെ വാക്കിൽ പരിതപിക്കാതെ, എന്റെ കർത്താവിൽ ഞാൻ നീതിമാനാന്ന് പറഞ്ഞ് അതിനോട് എതിർത്ത് ബലപ്പെട്ട തല ഉയർത്തുക. That is why the Bible says, my son, incline your ear to the word. Don't incline your ear to the world and others' opinion. Incline your ear to what Jesus has to tell അതുകൊണ്ടാണ് you. വചനം പറയുന്ന, മകനെ നിന്റെ എന്റെ വാക്കിന് നിന്റെ ചെവി ചായ്ക്ക. ലോകത്തിന്റെ വാക്കിനല്ല, മനുഷ്യരുടെ താങ്ങിനല്ല, എന്റെ വാറാത്ത വാക്കിന് നീ ചെവി ചായ്ക്ക. നീ ഉറച്ചു നിൽക്കും.